ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 13-ാം അധ്യായമായ ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിലെ 3 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇനി നമുക്ക് 4-ാമത്തെ ശ്ലോകം നോക്കാം. തത്ക്ഷേത്രം യച്ഛയാദൃക്ച യദ്വികാരി യദശ്ച യത് സചയോ യത്പ്രഭാവശ്ച തത്സമാസേന മേ ശൃണു. തത് ക്ഷേത്രം, ആ ക്ഷേത്രം, അതായത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിലെല്ലാം പറഞ്ഞ ആ ക്ഷേത്രം, അതായത് ശരീരം. യത് ഏതാണ്, യാ ദൃക്ച എങ്ങനെയുള്ളതാണ്, യത് വികാരിശ്ച എന്തെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ്, യതഃ എവിടെ നിന്നുണ്ടായതാണ്, യച്ഛ എങ്ങനെയുണ്ടായതാണ്, സ ച അവൻ, അതായത് ക്ഷേത്രജ്ഞൻ, യഹ ആരാണ്, യത് പ്രഭാവശ്ച എന്ത് പ്രഭാവമുള്ളവനാണ്, തത് അതെല്ലാം, സമാസേന ചുരുക്കത്തിൽ, മേ ശൃണു എന്നിൽ നിന്നും നീ കേട്ടുകൊള്ളുക. ക്ഷേത്രം എന്നത് എന്താണ്, അഥവാ ഈ പറയുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് ഏതാണ്, എങ്ങനെയുള്ളതാണ്, എന്തെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാണ്, എവിടെ നിന്നുണ്ടായതാണ്, എങ്ങനെ ഉണ്ടായി, ഈ ക്ഷേത്രജ്ഞൻ യഥാർത്ഥത്തിൽ ആരാണ്, എന്ത് പ്രഭാവമുള്ളവനാണ്, അതെല്ലാം ചുരുക്കത്തിൽ എന്നിൽ നിന്നും നീ കേട്ടുകൊള്ളുക. ഇതാണ് ഭഗവാൻ പറയുന്നത്. ശരീരമാകുന്ന ഈ കർമ്മക്ഷേത്രം, അതിൻ്റെ ഘടന, അതിന് വരുന്ന മാറ്റങ്ങൾ, അതിൻ്റെ ഉത്ഭവം, ഇവയെക്കുറിച്ചും ക്ഷേത്രജ്ഞൻ, അവൻ്റെ പ്രഭാവം, ഇവയെക്കുറിച്ചുമെല്ലാം ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു തരാം. നീ എന്നിൽ നിന്നും അത് കേൾക്കുക. ഇതാണ് ഭഗവാൻ പറയുന്നത്. ഈ ശരീരത്തിൻ്റെ ഘടന എങ്ങനെ, എന്തെല്ലാം പദാർത്ഥങ്ങൾ കൊണ്ടാണത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, ആരുടെ നിയന്ത്രണത്തിലാണ് ഈ ശരീരം, അതിലെന്തെല്ലാം പരിണാമങ്ങൾ സംഭവിക്കുന്നു, അതിന് കാരണമെന്ത്, ഈ മാറ്റങ്ങൾ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു, ക്ഷേത്രജ്ഞനായ ജീവാത്മാവിൻ്റെ സ്വഭാവമെന്ത്, പരമാത്മാവുമായുള്ള ബന്ധമെന്ത്, ഈ വക കാര്യങ്ങളെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ എന്നിൽ നിന്നും അത് കേട്ടുകൊള്ളൂ എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ അർജുനനോട് പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.